ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടമ്മമാർക്കാണെങ്കിലും ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഇങ്ങനെ ഒന്നും ഭയങ്കര ടയേർഡായിട്ടിരിക്കുക, ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, അങ്ങനത്തെയൊക്കെ ഒരു പ്രോബ്ലം വരാറുണ്ട് അല്ലേ? അപ്പം നമ്മൾ അതിനൊക്കെ അതിനൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ? അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് മറവി അങ്ങനെയൊക്കെ വരാറുണ്ടല്ലേ? ചിലപ്പോൾ നമ്മൾ അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് വരും, ഞാൻ എന്തിനാണ് വന്നതെന്നുള്ളത് മറന്നു പോവുക, നമുക്ക് ഭയങ്കര സ്ട്രെസ്സ് തോന്നുക, അതുപോലെ തന്നെ നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല, ഭയങ്കര ഒരു മടുപ്പ്, ഇറിറ്റേഷൻ, ഒരു ഡിപ്രസ്ഡ് അവസ്ഥ, ഇങ്ങനെയൊക്കെ വരാറുണ്ടല്ലേ? അപ്പം നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഫോൺ കാണുക, അതിൽ റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. കുട്ടികളൊക്കെ ആണെങ്കിലും മുതിർന്നവരാണെങ്കിലും റീൽസുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും അല്ലേ? നമ്മൾ വേറൊന്നും ചിന്തിക്കുന്നില്ല, ആരും പറഞ്ഞ് കേൾക്കുന്നില്ല, പുറത്തേക്ക് ഒന്ന് പുറത്തിറങ്ങോ, ഒന്ന് ആളുകളോട് സംസാരിക്കുക, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇപ്പം എല്ലാവരും സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റാണ്. റീൽസുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. കൂടുതൽ ആൾക്കാരും നമ്മളുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമ്മൾ കൂടുതലും റീൽസുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. പിന്നെ അപ്പം അതൊക്കെ നമുക്ക് ബ്രെയിനിന് ഭയങ്കര നമ്മൾക്ക് ഓർമ്മശക്തി പോവാനും അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ഭയങ്കര ഇത് ചെയ്യുന്ന കാര്യമാണ് ഇങ്ങനെ വീഡിയോസ് അധികമായിട്ട് കാണുക എന്നുള്ളത്. അത് നമ്മൾ ഒഴിവാക്കുക. നമ്മൾ ഫോണൊക്കെ യൂസ് ചെയ്യുന്നതിന് ഒരു മിനിമം സമയം വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ, നമ്മളെപ്പോഴും കഴിക്കുന്ന ഫുഡുകൾ, ഇപ്പം പുറത്തുനിന്നുള്ള ഫുഡുകളാണ്, ജങ്ക് ഫുഡ്സാണ് നമ്മൾ കൂടുതലും കഴിക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന പാനീയങ്ങളൊക്കെ കൊക്കക്കോള അങ്ങനെയുള്ള കുറേ പാനീയങ്ങളാണ് നമ്മൾ കുടിക്കുന്നത്. ഇതിലെല്ലാം കൂടുതലായിട്ട് വരുന്നത് എന്താണ്? ഷുഗറാണ്. ഷുഗർ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ദോഷം ചെയ്യുന്നൊരു കാര്യമാണ് ഷുഗർ എന്ന് പറയുന്നത്. അപ്പോൾ അതും നമുക്ക് ഭയങ്കര ടയേർഡ്, അതുപോലെ തന്നെ നമ്മൾ അൺഹെൽത്തി ആവാനുള്ള കുറേ റീസൺസ് ആണ്. അപ്പം നമ്മൾ കൂടുതലും ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക. അതുപോലെ പാനീയങ്ങളൊക്കെ കുടിക്കുമ്പം പുറത്തുനിന്ന് കെമിക്കൽ ചേർത്തിട്ടുള്ള കൊക്കക്കോള, പെപ്സി അതുപോലെയുള്ള പാനീയങ്ങളൊക്കെ കുടിക്കുന്നത് കഴിവതും ഒഴിവാക്കുക. നമുക്ക് അങ്ങനെ ജ്യൂസ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി കുടിക്കുക. ഫുഡുകളൊക്കെ കൂടുതൽ നമ്മൾ വെറൈറ്റി ടേസ്റ്റിൽ ഫുഡുകളൊക്കെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഫുഡുകൾ നമ്മൾ കൂടുതലും വീടുകളിൽ ഉണ്ടാക്കി കഴിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ്സ് വരും. നമ്മൾ മൾട്ടി ടാസ്കുകളൊക്കെ ചെയ്യും അമ്പോഴാണ് നമുക്ക് കൂടുതൽ സ്ട്രെസ്സ് വരുന്നത്. അപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ട്രെസ്സ് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലും ഒഴിവാക്കാൻ ശ്രമിക്കുക. നമ്മൾ നല്ല റെസ്റ്റ് എടുക്കുക, ധാരാളം വെള്ളം കുടിക്കുക, നല്ല നല്ല ബുക്കുകൾ വായിക്കുക. നമ്മൾ മിനിമം ഒരു 7-8 മണിക്കൂറെങ്കിലും മിനിമം ഒരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങുക. നമ്മൾ ശരീരത്തിന് വേണ്ട റെസ്റ്റ് നമ്മൾ കൊടുക്കണം. മൾട്ടി ടാസ്ക് ഒക്കെ നമ്മൾ ഒഴിവാക്കുക. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ധാരാളം നട്ട്സും പച്ചക്കറികളൊക്കെ ധാരാളം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാനായിട്ട് നമ്മൾ ഫ്രണ്ട്സിനോട് ഒക്കെ ഒന്ന് സംസാരിക്കുക, നമ്മളുടെ കാര്യങ്ങളൊക്കെ അവരായിട്ട് ഷെയർ ചെയ്യുക, അവരുടെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കേൾക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ അതുപോലെ തന്നെ മെഡിറ്റേഷൻ, അതുപോലെ നല്ല വിയർക്കുന്ന തരത്തിലുള്ള എക്സസൈസ് അങ്ങനെയെല്ലാം ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മൾക്കൊന്ന് നമ്മുടെ ഹെൽത്ത് ഓക്കെ ആക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മുടെ നെഗറ്റീവ് സെൽഫ് ടോക്ക് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കുക. നെഗറ്റീവായുള്ള കാര്യങ്ങൾ പറയുന്ന ആൾക്കാരെ നെഗറ്റീവ് തന്നെ പറഞ്ഞ് ഒരു പോസിറ്റീവ് ഒന്നും ഇല്ലാതെ നെഗറ്റീവ് സെൽഫ് ടോക്ക് അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നമ്മൾ കഴിവതും ഒഴിഞ്ഞു മാറുക. അതുപോലെ തന്നെ നമ്മൾ പുതിയ കാര്യങ്ങൾ, പുതിയ സാധ്യതകൾ, പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മൾ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആർജിച്ചെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നല്ല തീരുമാനങ്ങൾ എടുക്കുക. അപ്പം നമ്മൾ പുതിയ കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ വിഷൻ ബോർഡ് തയ്യാറാക്കുക. നമ്മുടെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നേടിയെടുക്കാൻ വേണ്ടി നമ്മളൊരു വിഷൻ ബോർഡ് തയ്യാറാക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളെ മൈൻഡ് സെറ്റ് ഗ്രോത്ത് ആവാനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് നമ്മൾ പുതിയ കാര്യങ്ങൾ
പിന്നെ പഠിക്കാൻ നോക്കുക. അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ഇൻവോൾവ് ചെയ്യുക. അങ്ങനെ നമ്മുടെ മൈൻഡ്, നമുക്ക് എന്താണ് നമ്മൾ മൈൻഡ് റിലാക്സ് ചെയ്യുന്ന അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നാണ്. അതായത് സെൽഫ് കെയർ, അതായത് നമ്മൾ ഫിസിക്കലി, ഇമോഷണലി, മെൻ്റലി നമ്മളെ സ്ട്രോങ് ആക്കുന്ന തരത്തിലുള്ള നമ്മൾ എക്സസൈസ്, അങ്ങനെ പിന്നെ അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യം നമ്മൾ സെൽഫ് കെയർ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫിസിക്കലായിട്ടുള്ള നമ്മൾ എക്സസൈസുകളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ മെൻ്റലി നമുക്ക് സന്തോഷം കിട്ടുന്ന അപ്പം നല്ല പാട്ടുകൾ കേൾക്കാം, നല്ല ബുക്ക് വായിക്കാം. നമുക്ക് എന്താണോ നമുക്ക് മെൻ്റൽ സ്ട്രെസ്സ് കുറഞ്ഞു കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് സാഡായിട്ടിരിക്കും, നമുക്ക് ഇമോഷണലി നമുക്ക് സാഡായിട്ടിരിക്കുന്ന സമയത്ത് നമുക്കതൊന്ന് ഓക്കെ ആക്കി എടുക്കാൻ നമുക്ക് എന്താണോ ചെയ്യാനിഷ്ടം അത് നമ്മൾ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രസൻറ്റിലേക്ക് ഫോക്കസ് ചെയ്യുക. അപ്പം നമ്മൾ പാസ്റ്റിൽ കഴിഞ്ഞ് നമ്മളുടെ എന്തെങ്കിലും ദുഃഖകരമായ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് പ്രസൻറ്റിൽ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുക, കാണുക, ചെയ്യുക. അല്ലാതെ നമ്മൾ പാസ്റ്റിൽ ഇപ്പം അങ്ങനെ സംഭവിച്ചല്ലോ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ള കാര്യങ്ങൾ എല്ലാം ഓർത്ത് നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കാതെ നമ്മൾ പ്രസൻറ്റിൽ നമുക്ക് കിട്ടുന്ന സന്തോഷം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. നമ്മളുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ നമ്മൾ അതതിൻ്റെ വഴിക്ക് പോട്ടെ, നമ്മൾ അതിൽ ഇൻവോൾവ് ആയിട്ടിരിക്കാതെ അത് വരും പോകും, നമ്മൾ അതിൽ നിന്നും ഒരു എല്ലാം ശരിയാവും എന്നുള്ള രീതിയിൽ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ചിലർക്ക് ഫ്യൂച്ചറിൽ വരാൻ ഇരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ ചിന്തിച്ച് ആദ്യ പിടിച്ച് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഫ്യൂച്ചറിൽ വരുന്നത് വരട്ടെ, അത് നമുക്ക് അപ്പം കാണാമെന്നുള്ളൊരു മൈൻഡിൽ നമ്മൾ ജീവിതം ലൈഫ് കൊണ്ടുപോവുക. അല്ലെങ്കിൽ നമ്മൾ ആദ്യ പിടിച്ച് നമുക്ക് ഇല്ലാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ആദ്യം പിടിച്ചാൽ തന്നെ നമ്മൾ ഫിസിക്കലി മെൻ്റലി ഒക്കെ ഡൗൺ ആയി പോവും. അപ്പോൾ ഫ്യൂച്ചറിൽ വരുന്നത് അപ്പോൾ വരട്ടെ, അത് വരുമ്പോൾ നമുക്കതിനെ നേരിടാം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുക. അങ്ങനെ അത് ലൈഫ് അതിനനുസരിച്ച് നമ്മൾ കൊണ്ടുപോവുക. അതുപോലെ തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. നമ്മൾ ചെറിയ നമുക്ക് ജീവിതത്തിൽ ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവുമ്പം നമ്മൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ എൻജോയ്മെൻറ്റ് നമ്മൾ പ്രോഗ്രാമുകളൊക്കെ വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യണം, നമുക്ക് ബുക്കുകൾ വായിക്കുക. നമുക്ക് ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ബുക്കുകൾ വായിക്കുക, മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്കിങ്ങനെ കൂടുതൽ നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ കുറേ സമയം നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്നത്. കാരണം ഫോൺ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാനേ പറ്റുന്നില്ല എത്ര സമയം പോയി. നമ്മുടെ വിലപ്പെട്ട കുറേ സമയം നമ്മൾ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടേത് പോവാണ് സമയം. അത് മാത്രമല്ല, നമ്മൾ അതിനൊരു അഡിക്ഷൻ പോലെയാണ്. നമുക്ക് ഫോൺ നോക്കിയില്ലെങ്കിൽ, ഫോൺ ഇല്ലെങ്കിൽ പറ്റാത്തൊരവസ്ഥ പോലെ, ഒരു അഡിക്ഷൻ പോലെ വരും. അത് കുട്ടികൾക്കാണെങ്കിലും നമ്മൾ ഫോണൊക്കെ നമ്മളൊരു ടൈം വെച്ചിട്ട് കൊടുക്കുക. കൂടുതൽ സമയം നമ്മൾ കുട്ടികൾക്ക് ഫോൺ കൊടുക്കാതിരിക്കുക. ഒരു ദിവസം ഒരു മണിക്കൂറൊക്കെ മാത്രമേ കുട്ടികൾക്ക് ഫോൺ യൂസ് ചെയ്യാൻ കൊടുക്കാവുള്ളൂ. നമ്മൾ അതിപ്പോൾ TV കാണുകയാണെങ്കിൽ നമ്മളൊരു ടൈം വെക്കുക. ഫോൺ നമ്മൾ TV 1 മണിക്കൂറൊക്കെ കാണാൻ സമ്മതിക്കാവുള്ളൂ. ഫോൺ നമ്മൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് മാത്രമേ കുട്ടികൾക്ക് പിന്നെ കൊടുക്കാവുള്ളൂ. അതിൽ കൂടുതൽ സമയമൊന്നും നമ്മളെ കുട്ടികൾ ഫോണൊന്നും കാണാൻ സമ്മതിക്കരുത്. മാക്സിമം നമ്മൾ കുട്ടികൾക്ക് ഫോൺ കൊടുക്കാതിരിക്കുക, അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കുട്ടികൾക്ക് അത് വാശി, ദേഷ്യം അതെല്ലാം കൂട്ടുകയാണ് ചെയ്യുന്നത്. സ്ക്രീനിൽ അഡിക്റ്റ് ആയി കഴിയുമ്പം കുട്ടികൾക്ക് സ്വഭാവത്തിൽ വ്യത്യാസം വരും, പഠനത്തിൽ അവർക്ക് ശ്രദ്ധ കുറയും, മെമ്മറി പവർ കുറയും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മുതിർന്നവരാണെങ്കിലും ഫോണൊക്കെ യൂസ് ചെയ്യുന്ന കുറയ്ക്കുക, അതിനൊരു സമയം വെക്കുക. മുതിർന്നവരുടെ സമയം കുറേ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന കുറേ സമയം അങ്ങനെ പോവുകയാണ്. അപ്പോൾ അത് നമ്മൾ മെൻ്റലി, അതായത് നമ്മുടെ ബ്രെയിനൊക്കെ പ്രോബ്ലം വരും, മറവി വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ കൂടുതലും നമ്മൾക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ സമയം യൂസ് ചെയ്യുക. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, പുതിയത് നമ്മൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക്
സ്ട്രെസ്സ് ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യുക. നമ്മളെപ്പോഴും ഹാപ്പി മൈൻഡായിട്ടിരിക്കുക. പിന്നെ നമ്മൾ കഴിവ് നമുക്ക് ഷുഗറൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നവരാണെങ്കിൽ കൂടുതലും അത് അവോയ്ഡ് ചെയ്യുക. അതൊക്കെ നമ്മൾ ശരീരത്തിന് ഭയങ്കര ദോഷമുള്ള കാര്യമാണ്. അപ്പം നമ്മൾ അത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നമ്മൾ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ വരുന്ന അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. അതുപോലെ നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കാതെ, ഡിപ്രസ്ഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്റ്റേജിലേക്ക് വഴുതി വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ നിന്ന് കരകയറാനേ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ ഹാപ്പി മൈൻഡായിട്ടിരിക്കുക. നമ്മൾ മൈൻഡ് മനുഷ്യരാണ്, ചിലപ്പോൾ നമുക്കിങ്ങനെ ഒരു ചലിച്ചു പോവാം നമ്മുടെ മനസ്സ്. അപ്പം നമ്മൾ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് തിരിച്ചു കൊണ്ടുവരിക. നമ്മളെപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. അതിനുവേണ്ടി നമ്മൾ നല്ല നല്ല ബുക്കുകൾ വായിക്കുക, നല്ല വീഡിയോസ് കാണുക, നമ്മളെ നോളജ് കിട്ടുന്നതും അതുപോലെ നമ്മളുടെ മൈൻഡിന് സന്തോഷം തരുന്നതായിട്ടുള്ള നമ്മൾ വീഡിയോസൊക്കെ കാണുക. അപ്പം നമ്മൾ അതുപോലെ തന്നെ നമ്മൾ എക്സസൈസ്, ഫിസിക്കലി മെൻ്റലി നമുക്ക് റിലാക്സ് കിട്ടുന്ന, നമുക്ക് ഹെൽത്തായിട്ട് ഇരിക്കുന്ന എക്സസൈസുകളൊക്കെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ജീവിതം നന്നായിട്ട് ചേഞ്ചസ് ആക്കാൻ പറ്റും. നമ്മുടെ സ്ട്രെസ് എല്ലാം കുറച്ച് അതുപോലെ നമ്മുടെ ജീവിതം നല്ല ചേഞ്ചസ് ആക്കി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരും ദിവസങ്ങൾ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.